ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓൾ പറയാനുള്ള കാര്യം, ഇത്രയും നാളും ഗെയിമിംഗ് വീഡിയോസ് മാത്രം ഇട്ടുകൊണ്ടിരുന്ന ചാനലിൽ പെട്ടെന്ന് മൂവി ബേസ്ഡ് വീഡിയോസ് വരാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, കണ്ടന്റ് ക്ഷാമം തന്നെ. ഇത് പാരി അറിഞ്ഞ സംഭവം ഒന്നുമല്ലല്ലോ. നമുക്ക് വീഡിയോയിൽ കിടക്കാം. യാഷ് ഫിലിംസിൻ്റെ ഹിസ്റ്ററി എടുത്താൽ വൺ ഓഫ് ദ ബെസ്റ്റ്, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി ഉണ്ട്. മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1995 ഇറങ്ങിയൊരു മൂവിയാണ്. ഇന്ന് റണ്ണിങ് ആണിത്. അതെ, ഇന്നും റണ്ണിങ് ആണ്. ഒറ്റ തിയേറ്ററിൽ, മുംബൈ മറാത്ത മഞ്ച് തിയേറ്ററിൽ ഇപ്പോഴും റണ്ണിങ് ആണ്. അതായത് ഇപ്പോൾ അബൌട്ട് 30 ഇയേഴ്സ് അടുത്തായി. ഇപ്പോഴും മറാത്ത മഞ്ച് തിയേറ്ററിലെ സൈഡിലെ സിനിമയുടെ പോസ്റ്റർ. ഇപ്പോൾ മനസ്സിലായി ഏതാ മൂവിന്ന്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ അഥവാ DDLJ. വീഡിയോയിൽ ഞാൻ DDLJ എന്നേ പറയത്തുള്ളൂ, കാരണം മറ്റേ ഇത്തിരി വലിയ പേരാ. ഓക്കെ, ഹിന്ദി പടം അങ്ങനെ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഒരുപാട് കാണാറില്ല. അല്ലാതെ ഹിന്ദി അറിയാത്തതുകൊണ്ടല്ല, അല്ല ഒരിക്കലല്ല. അങ്ങനെ ഹിന്ദി പടം കാണാത്ത ഞാൻ പിന്നെ അന്ന് മൊബൈൽ നോക്കില്ലായിരുന്നു. വേറൊരു രീതി പറഞ്ഞ് ഇഷ്ടമല്ലായിരുന്നു. കാരണം എനിക്ക് മൊബൈൽ വെച്ച് എന്താ ചെയ്യാൻ പറ്റുക, എന്താ മൊബൈലുള്ളതെന്നൊന്നും അറിയില്ലായിരുന്നു. അന്ന് എൻ്റെ കൺകണ്ട ദൈവം എൻ്റെ വീട്ടിലെ TV ആയിരുന്നു. ഞാൻ രാവിലെ എണീക്കണ തൊട്ട് രാത്രി കിടക്കണ വരെ എൻ്റെ TV ഓണായിരിക്കും. അന്ന് കാർട്ടൂൺ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഞാനൊരു സുപ്രഭാതത്തിൽ അത് തിരിച്ചറിഞ്ഞു. സീരിയലും ന്യൂസും കാർട്ടൂണും അല്ലാതെ TV-യിൽ തിയേറ്ററിൽ മാത്രം ഓടുന്നു ഞാൻ വിചാരിച്ച സിനിമയുണ്ടെന്ന്. കാർട്ടൂണൊക്കെ എടുത്ത് വെളിയിൽ കളഞ്ഞ് ഞാൻ മൂവീസ് കണ്ടു തുടങ്ങി. പെട്ടെന്നൊരു ദിവസം എനിക്കൊരു ബോധോദയമുണ്ടായി. TV-യിലെ റിമോട്ടിൽ മുകളിലേക്കുള്ള സ്വിച്ച് എനിക്ക് ചാനൽ മാറുന്നുണ്ട്. അപ്പം TV-യിൽ ഇത്ര മാത്രം ചാനൽ ഉള്ളോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ഏഷ്യാനെറ്റ് മൂവീസ് കണ്ടുപിടിച്ചു, ഏഷ്യാനെറ്റ് പ്ലസ് കണ്ടുപിടിച്ചു, സൂര്യ മൂവീസ് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ രാവിലെ ഏഷ്യാനെറ്റ് മൂവീസിൽ ആ മൂവി കണ്ടു, ചെന്നൈ എക്സ്പ്രസ്. ബാക്കിയുള്ള പടത്തെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞ ആൾക്കാരുണ്ട്, പക്ഷേ ഈ മൂവിയെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. അങ്ങനെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോട് വെച്ചു. പുള്ളിക്കാൻ പറഞ്ഞു, മോനെ ഗൂഗിളുണ്ട്, അതിൽ നോക്കാൻ. അങ്ങനെ ഞാൻ വീട്ടിലെ മൊബൈലിൽ ഗൂഗിൾ സെർച്ച് ചെയ്തു ചെന്നൈ എക്സ്പ്രസ്. അന്ന് ഞാൻ അറിഞ്ഞു ബോളിവുഡ് എന്ന ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്, ഷാറുഖ് ഖാൻ എന്ന് പറഞ്ഞൊരാളുണ്ടെന്നും. അങ്ങനെ മൊബൈലിനെ പറ്റി ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ ഹോട്ട്സ്റ്റാർ കണ്ടെത്തി, അതിൽ ചെന്നൈ എക്സ്പ്രസ്സും കണ്ടെത്തി. ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു, പണ്ടുണ്ടായിരുന്നു, ഏതൊരു അപ്ഡേറ്റിൽ പോയി. അങ്ങനെ ഞാൻ ഷാറുഖ് ഖാൻ പടങ്ങൾ മാത്രം സ്പീഡ് റൺ പോലെ കാണുന്നതിന് ഇടയ്ക്ക് ഒരു മൂവി കണ്ടു, ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. പക്ഷേ അന്ന് ഞാനത് കണ്ടില്ല. 1995 പടമൊക്കെ ആരെങ്കിലും കാണുമോ, പണ്ടത്തെ പടം എന്നൊക്കെ കരുതി. പക്ഷെ ഞാൻ ഇന്നത് ഓർത്ത് ദുഃഖിക്കുന്നു. ബട്ട് ഈ അടുത്ത് ഞാൻ ആ മൂവി കണ്ടു. അങ്ങനെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയി DDLJ. ഇനി ഈ മൂവി എൻ്റെ ഫേവറേറ്റ് ആണുള്ള കാരണം മൂവിയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒട്ടും ലാഗ് ഫീൽ ചെയ്യില്ല. ഈവൻ DDLJ 3 മണിക്കൂർ 9 മിനിറ്റ് ഉണ്ട്, എന്നിട്ട് ഒരു സീൻ പോലും അടുത്തിട്ടില്ല. അതാണ് സിനിമ, ആബ്സല്യൂട്ട് സിനിമ. പിന്നെ അടുത്ത മെയിൻ ഫാക്ടർ ഇതിലെ ക്യാരക്ടേഴ്സ്. ഈ മൂവി കഴിഞ്ഞാൽ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ മനസ്സ് വിട്ട് പോയിട്ടില്ല. പ്രത്യേകിച്ച് ഷാറുഖ് ഖാൻ്റെ രാജ് എന്ന കഥാപാത്രത്തിൻ്റെ അച്ഛനായിട്ടുള്ള ധർമ്മവീർ മൽഹോത്ര എന്ന ക്യാരക്ടറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഓം ശാന്തി രഞ്ജി പണിക്കർ, പിന്നെ വേറെ കുറച്ച് സിനിമകൾ ലാലു അലസ് ഒക്കെ പോലത്തെ ഒരു കൂൾഡേ ടൈപ്പാണ്. ലാസ്റ്റൊക്കെ ഇയാൾ മരിച്ചു പോയെന്ന് ഞാൻ ട്രോമയിലേക്ക് പോയേനെ. അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. പിന്നെ ഈ പടം എൻ്റെ ബോർഡ് അടിക്കാതെ പിടിച്ചെടുത്താനുള്ള മെയിൻ കാരണം ക്യൂരിയോസിറ്റിയാണ്. അടുത്തത് നമുക്ക് പെട്ടെന്ന് പ്രവചിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഹാഫ് വരെ, സെക്കൻഡ് ഹാഫ് നമുക്ക് അത് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് അടുത്തൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ നല്ല രീതിയിൽ പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റുമാണ് ഈ മൂവി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ കഥ, ഈ കഥ ഇൻസ്പയർ ചെയ്യാൻ ചെന്നൈ എക്സ്പ്രസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറക്കുന്തലക സിനിമയിലെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഏകദേശം DDLJ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ട് പറക്കുന്തലയ്ക്ക് അനുയോജ്യമായ ഒരു ക്ലൈമാക്സ് ആയിരുന്നു. അതെന്തുകൊണ്ട് അതിന് ചേരുന്ന ടൈപ്പ് ഓഫ് ക്ലൈമാക്സ് ആണ്. അതുകൊണ്ട് നമുക്കത് കോപ്പി അടിച്ചെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇൻസ്പിറേഷൻ വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ഞാൻ ഇന്നലെ കാണാത്ത ടൈപ്പ് ഓഫ് ഒരു സ്റ്റോറിയാണ് DDLJ. അതുകൊണ്ട് പിന്നെ അതിലെ ക്യാരക്ടേഴ്സ് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണത്. ഒട്ടുമിക്ക ഷാറുഖ് ഖാൻ മൂവീസിലും DDLJ റെഫറൻസ് കാണാൻ പറ്റും. പിന്നെ ഈ സിനിമയിലെ മ്യൂസിക്സ്, ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഫാക്ടറാണ് ഇതിലെ മ്യൂസിക്സ്. എല്ലാ മ്യൂസിക്കും അനുയോജ്യമായ രീതിയിൽ അനുയോജ്യമായ സ്ഥലങ്ങളിൽ മാത്രമാണ് ഒരു പ്ലേസ് ചെയ്തിരിക്കുന്നത്. വെറുതെ വലിച്ചു വാരിട്ടിട്ടൊന്നുമില്ല. അത് ഇതിപ്പോൾ ചുമ്മാ നടന്നു പോകുമ്പോൾ ഒരു പാട്ട് വെച്ച് അങ്ങനെയൊന്നുമല്ല, കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മൂവിയിലെ എല്ലാ മ്യൂസിക്കിനും യൂട്യൂബിൽ നല്ല വ്യൂസ് ഉണ്ട്. ആ ടൈമിലൊക്കെ എല്ലാം വലിയ ഹിറ്റായിരുന്നാണ് തോന്നുന്നത്. ഓക്കെ, ഹിറ്റായിരുന്നു. പിന്നെ ഈ പാട്ടുകൾ DDLJ ഒരു പടി ഉയർത്തിയിട്ടുണ്ട് നമുക്ക് ആ സിനിമ തന്നെ മനസ്സിലാവും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പലയിടങ്ങളിലും. ആ പാട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ആ സീൻ കണ്ടിരിക്കാൻ തോന്നുന്നില്ല എന്ന രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ട്. ഭയങ്കര ബോറാവുന്ന തോന്നുന്നില്ല. പക്ഷേ ആ പാട്ട് പക്കയായിട്ട് അതിൻ്റെ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് പറയാൻ പോകുന്ന സമയം ഡയറക്റ്റ് ഫാക്ട്സ് ആണ്. SRKയുടെ രാജ് എന്ന DDLJയിലെ ക്യാരക്ടർ ചെയ്യാൻ SRKയ്ക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. ഇത് തനിക്ക് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറല്ല, തന്നോട് ഒരിക്കലും യോജിക്കുന്ന ഒരു ക്യാരക്ടറല്ല എന്നാണ് SRK പറഞ്ഞത്. പിന്നെ സിനിമയുടെ ഒരു പകുതി ക്യാപ്പിലേക്കും SRK അത് 100% തന്നോട് ചേരുന്നൊരു ക്യാരക്ടറാണ്, 90% തനിക്ക് യോജിക്കുന്നൊരു ക്യാരക്ടറാണെന്ന് സമ്മതിക്കുകയായിരുന്നു. അത് പിന്നീടുള്ള ഇൻ്റർവ്യൂവിലെല്ലാം SRK പറയുകയും ചെയ്യേണ്ടായിരുന്നു. DDLJയുടെ സ്ക്രിപ്റ്റും വെറും 1 മാസം കൊണ്ടാണ് എഴുതിയത്. മൂവിയെക്കുറിച്ച് ആദിത്യ ചോപ്രയ്ക്ക് നല്ല രീതിയിലുള്ളൊരു കാഴ്ചപ്പാടുണ്ടായതുകൊണ്ടാണ് 1 മാസം കൊണ്ട്, അതായത് ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് തന്നെയാണ് എഴുതിയെടുത്തതെന്നാണ് പിന്നീടുള്ള ഇൻ്റർവ്യൂവിൽ പലയിടങ്ങളിലായിട്ടും കേട്ടിട്ടുള്ളത്. നേരത്തെ ഞാൻ ഒരുപാട് മൂവീസിൽ DDLJ റെഫറൻസ് ഇൻസ്പിറേഷനൊക്കെ ഉള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. അതുപോലെ DDLJയിലും ഉണ്ട്. SRK പലക് എന്ന് പറയുമ്പോൾ സിമ്രാൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അത് 1993 ഇറങ്ങിയ ഒരു ഹോളിവുഡ് മൂവിയിൽ നിർത്താണ്. മൂവിയുടെ പേര് ഇൻ ദ ലൈൻ ഓഫ് ഫയർ എന്നാണ്. ആ മൂവിയിൽ ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ ഒരു സീൻ എടുത്തിട്ടുള്ളത്. ഇത് പലയിടങ്ങളിലായിട്ട് പറഞ്ഞു കേട്ടുള്ള ഒന്നാണ്.
അപ്പോൾ ഇത്ര നേരം പറഞ്ഞ ഫാക്ട്സ് തെറ്റുകളുണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഞങ്ങൾ പല പല സ്ഥലങ്ങളിൽ നിന്നാണ് നോക്കിയിട്ട് പറയുന്നത്. അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഇത്രയും പറയാൻ നിങ്ങൾ സിനിമ കാണുമല്ലോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ കണ്ടൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.